ബാലഗോപാൽ, ഉച്ചയോട് കൂടി ഇങ്ങനെ ഒരു ഹർജി ഫയൽ ചെയ്യപ്പെടുമെന്നുള്ളതാണ് നമുക്ക് വിവിധ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് ഈ ഹർജി കോടതിയിൽ ലിസ്റ്റ് ചെയ്യുകയാണ് സിദ്ദിഖ് ലക്ഷ്യമിടുന്നത് എന്ന് വിചാരിക്കേണ്ടതുണ്ടോ? തീർച്ചയായും. കാരണം ഈ അറസ്റ്റ് സംബന്ധിച്ചുള്ള ഒരു ആശങ്ക സിദ്ദിഖിനും അഭിഭാഷക സംഘത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹർജി പരിഗണിക്കുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ ഹർജി തന്നെ ഒരു അപ്രസക്തമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയെങ്കിലും ഈ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് കൊണ്ടുവരുവാനാണ് ഇപ്പോൾ സിദ്ദിഖിൻ്റെ അഭിഭാഷക സംഘം ശ്രമിക്കുന്നത്. പക്ഷേ അതിന് ന്യായമായും സാധിക്കുമെന്നാണ് ഈ സുപ്രീം കോടതി രജിസ്ട്രി വൃത്തങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. കാരണം 2023 ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഈ അടിയന്തരമായി പരിഗണിക്കേണ്ട കേസുകളെ സംബന്ധിച്ച് ഒരു മാർഗരേഖ പുറത്തിറക്കിയിരുന്നു. അതുപ്രകാരം ഈ മുൻകൂർ ജാമ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കോടതിയുടെ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10-നും 10:30-നും ഇടയിൽ സുപ്രീം കോടതി മെൻഷനിങ് ഓഫീസറുടെ മുമ്പാകെ അക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ചീഫ് ജസ്റ്റിസ് ചേംബറിൽ വരുന്ന സമയത്ത് ഏത് ബെഞ്ചിൽ എപ്പോൾ ലിസ്റ്റ് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ആ മാർഗരേഖയിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഇന്ന് അത് ഫയൽ ചെയ്യുകയാണെങ്കിൽ നാളെ രാവിലെ മെൻഷനിങ് ഓഫീസറുടെ അടുത്ത് എത്തുകയും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ചീഫ് ജസ്റ്റിസിന്റെ മുമ്പാകെ ആ ഫയൽ എത്തുകയും ചെയ്താൽ വെള്ളിയാഴ്ച സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് ഈ കേസ് വരുവാനാണ് സാധ്യത. ഈ സിദ്ദിഖിന് വേണ്ടി ഹാജരാകുമെന്ന് കരുതപ്പെടുന്ന പ്രമുഖ അഭിഭാഷകൻ മുകുൾ റോത്തക്കിക്കും വെള്ളിയാഴ്ചയാണെങ്കിൽ സൗകര്യമാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളതെന്നാണ് ലഭിക്കുന്ന വിവരം. സ്വാഭാവികമായും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അധികം പ്രതീക്ഷിക്കേണ്ടത് വെള്ളിയാഴ്ച ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരും എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ വെള്ളിയാഴ്ച കോടതിക്ക് മുമ്പാകെ പരിഗണനയ്ക്ക് വരുന്നതിന് മുമ്പ് കേരള പോലീസിന് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. അങ്ങനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യാൻ പോകുന്ന ഈ മുൻകൂർ ജാമ്യാപേക്ഷ വെറും അപ്രസക്തമാകാനാണ് സാധ്യത.